ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ ജയസൂര്യൻ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി. പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ 3000 കോടിയിൽ 2100 കോടിയും കാണാനില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ജയസൂര്യൻ മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത്ര മെച്ചമല്ലാത്തതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടിയിട്ടും നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നത് എന്നാണ് BJPയുടെ ആരോപണം. ജോൺ ബ്രിട്ടാസ്. അതിലൂടെ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണ ഫാക്ടറി ചലിപ്പിക്കുന്നത് BJP ആണ്. ഇനി കേരളത്തിലെ BJPക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. നുണ ഫാക്ടറി ചലിപ്പിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഏത് വിഷയം, കേരളത്തിൻ്റെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും അതിന് തടയിടാൻ വേണ്ടി കുറേ ന്യായങ്ങളായിട്ട് വരും. ഇപ്പോൾ 2900 കോടി രൂപ കാണാതെ പോയി, ആരോ പത്തായത്തിൽ വെച്ചിട്ട് ആരോ മോട്ടിച്ചോണ്ട് പോയി എന്നാണ് മൂപ്പർ പറയുന്നത്. ഇതുപോലെ പച്ച കള്ളം പറയാൻ ഇവർക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അതായത് വയനാടിൻ്റെ സ്പന്ദനങ്ങൾ എങ്ങനെ മൂപ്പറിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക, അതാ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഞാനും ഇതാളും കൂടി ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞാൽ അരുൺ പറഞ്ഞത് ശരി. അരുൺ എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ, ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളോട് സംസ്ഥാന ഗവൺമെൻറ് സർഗാത്മകമായി തന്നെ പ്രതികരിക്കും. SDRFിൽ നിന്ന് നൽകുന്ന വിതരണം ചെയ്യുന്ന പണത്തിൻ്റെ കണക്കുകൾ ക്രോഡീകരിച്ചെടുക്കേണ്ടതാണ്. അത് മുട്ടുമേ വെച്ച് തയ്യാറാക്കി കൊടുക്കേണ്ടതല്ല. ഇനി ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സംബന്ധിച്ച് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. നീതി ആയോഗിനോട് ജയസൂര്യൻ, താങ്കളുടെ പാർട്ടിക്കാരൊക്കെ നിയമിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അവിടെ ഉള്ളത്, ഏറ്റവും കുറ്റമറ്റ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പട്ടിക എടുത്തു തരാൻ പറഞ്ഞാൽ അവരാദ്യം പറയുന്ന സ്റ്റേറ്റ് കേരളമായിരിക്കും. നിങ്ങളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അക്കൗണ്ട്സ് ലെഡ്ജർ പോലും ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ BJP പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ BJP. ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒരു ദുരന്തം വരുമ്പോൾ അവിടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പാർട്ടി ഏതാണ്, നിറമേതാണെന്ന് നോക്കിയിട്ടല്ല അവരതിനെ പിന്തുണയ്ക്കുന്നത്. അവർ സർവാത്മന അതിനെ പിന്തുണയ്ക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് മുതൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അമിത്ഷാ ഞങ്ങളെ നോക്കി കളവ് പറഞ്ഞു. രാജ്യസഭയിൽ ഞാനാണ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. പച്ച കള്ളവല്ലേ പറഞ്ഞത്. അതായത് പറയുകയാണ്, നിങ്ങൾ വാണിംഗ് പാലിച്ചില്ല എന്ന്. ഒരു വാണിംഗ് ഉണ്ടായിരുന്നില്ല, തീവ്ര മഴയുടെ വാണിംഗ് ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീടുള്ള ദിവസങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു. ഒരു പശ്ചാത്താപം, ഒരു മാപ്പ്, ഒരു ഖേദം പ്രകടിപ്പിക്കൽ അമിത്ഷായുടെ ഭാഗത്തുണ്ടായോ? രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ എൻവയോൺമെൻ്റൽ മന്ത്രി, അതായത് ഭൂപേന്ദ്ര യാദവ്, അദ്ദേഹം മറ്റൊരു പച്ചക്കള്ളം പറഞ്ഞു. ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് കോറി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന്. രണ്ടാമത്തെ ദിവസം ഞങ്ങളിത് കൺഫ്രണ്ട് ചെയ്തു രാജ്യസഭയിൽ. ഒരു ഖേദപ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായോ? ഇനി ഒരു കാര്യം ജയസൂര്യ മനസ്സിലാക്കണം. കേരളം ഒരുപാട് ദുരന്തങ്ങളെ നേരിട്ടപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ റെസ്ക്യൂവിനും റിലീഫിനും വേണ്ടി വന്നു എന്ന് പറഞ്ഞ് സൗജന്യമായി നൽകിയ അരിയുടെ പൈസ പോലും നിങ്ങളെ പിടിച്ചു പറിച്ചവരാണ്. നിങ്ങൾക്ക് കേരളത്തോട് നിങ്ങൾ അവലംബിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ, അതിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ വിമാനം പറത്തി 2 പേരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബില്ലയച്ച് അത് മേടിച്ചവരാണ്. അത് ബില്ല് കൊടുത്തില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായത്തിൽ തട്ടിക്കഴിച്ചവരാണ്. ഭക്ഷ്യദാനം കൊടുത്തിട്ട്, സൗജന്യ ഭക്ഷ്യദാനം കൊടുത്തു വലിയ വെണ്ടയ്ക്ക ഒരു സെക്കൻഡ് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിച്ച് ഞാൻ നിങ്ങൾ ജയസൂര്യ, നിങ്ങളോടൊന്നും ഈ കവലയിൽ വെച്ച് അടികൂടാനൊന്നും എനിക്ക് താല്പര്യമുള്ള ആളല്ല. നിങ്ങൾ ഈ പച്ചക്കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പം നിങ്ങളുടെ അമിത്ഷായും നിങ്ങളുടെ ഭൂപേന്ദ്ര യാദവും പറഞ്ഞ കള്ളമെന്നാണെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാൻസിൽ കയറി ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലോ. അമിത്ഷാ നുണയനല്ല, മോദി നുണയനല്ല, അവരാരും നുണ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ നിങ്ങളുടെ ശാസ്ത്രം നുണയുടെ പ്രത്യയശാസ്ത്രമാണ്. ആശുപത്രിയിൽ വന്ന്, അതായത് ആശുപത്രി പോയി കണ്ടിട്ട്, അതായത് ബോഡിയുടെ താടിയിലൂടെ കൈയിട്ട കുട്ടിയുടെ ചിത്രം കാണിച്ചിട്ട്
പബ്ലിസിറ്റി ഉണ്ടാക്കിയവരല്ലേ? ഒരു നിമിഷം ജയസൂര്യൻ, ഒരു നിമിഷം 10 seconds. പ്രധാനമന്ത്രിക്ക് വയനാട് വരാനുള്ള പൈസ പോലും കൊടുത്തത് ഞങ്ങളാണ്. അതിനുവേണ്ടി മുടക്കിയ പൈസ ശരി, നമുക്ക് മറുപടി കേട്ട് വരാം. ജോൺ ബ്രിട്ടാസ്, ഒരു നിമിഷം. അതായത് ജോൺ ബ്രിട്ടാസ്, വയനാട് ആശുപത്രിയിൽ വന്നിട്ട്, അതായത് ഒരു കുട്ടിയെ കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്റെ താടിയിലൂടെ കൈകോർപ്പിച്ചിട്ട് അത് ചിത്രം മുഴുവൻ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് അതിന്റെ പണം പോലും കൊടുത്ത് പബ്ലിസിറ്റി മേടിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ സമയം ചെലവഴിക്കാനും വരാനുള്ള സുരക്ഷാ ചെലവുകൾ പോലും മാത്രം മതി. Debate with Dr. Arun Kumar.